അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയുണ്ട് സഹോദരി സഹോദരങ്ങളെ? സുഖം തന്നെയല്ലേ എല്ലാവർക്കും? എല്ലാവരും നാളെ ബറാഅത്തിൻ്റെ നോൻപ് ഇൻഷാ അല്ലാഹ് അല്ലാഹു തൗഫീഖ് ചെയ്ത് അവൻ്റെ തൃപ്തിയിലായി പൊരുത്തത്തിലായി കബൂലാക്കപ്പെട്ട രൂപത്തിൽ നോൽക്കാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. പ്രത്യേകിച്ച് പറയാനുള്ളത്, നമ്മൾ എടുക്കുന്ന ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുന്ന രൂപത്തിലാക്കി എടുക്കാൻ വളരെയധികം പ്രയത്നിക്കേണ്ടതാണ്. കാരണം ഈ കാലഘട്ടം വളരെ ഫിത്നയുടെയും ഫസാദിൻ്റെയും കാലമാണ്. ആയതുകൊണ്ട് നമ്മൾ സംസാരിക്കുമ്പോഴും കാണുമ്പോഴും കേൾക്കുമ്പോഴും ചിന്തിക്കുമ്പോഴും ഒക്കെ ഫിത്നയും ഫസാദും കടന്നു വരുന്നുണ്ടോ, അതുപോലെ മറ്റുള്ളവർക്ക് കൊണ്ട് നമ്മളെ നാവിനെ കൊണ്ടോ അല്ലെങ്കിൽ മറ്റുള്ളത് കൊണ്ടോ എന്തെങ്കിലും പ്രയാസങ്ങൾ പെടുത്തുന്നുണ്ടോ എന്ന് വളരെയധികം ശ്രദ്ധിച്ചുകൊണ്ട് ജീവിക്കേണ്ടതാണ്. തന്നെയുമല്ല, നമ്മൾ ഹക്കും ബാത്തിലും തിരിച്ചറിയേണ്ടതുമാണ്. ഏത് ഭക്ഷണവും എന്ത് കിട്ടിയാലും കഴിക്കുക, എന്ത് കിട്ടിയാലും ഉപയോഗിക്കുക, അങ്ങനെയുള്ള ഒരു രൂപത്തിൽ നിന്ന് മാറ്റം വരുത്തി ഹലാലായത് മാത്രം ഉപയോഗിക്കാൻ വളരെയധികം ശ്രദ്ധിക്കുക. അതായത് എടുക്കുന്ന ഇബാദത്തുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കാൻ വേണ്ടി വളരെയധികം പ്രയത്നിക്കുക. അതാണ് ആവശ്യം. അതിന് കാരണങ്ങൾ ഇത്രയും കാര്യങ്ങളിൽ ഇടപെട്ടു പോയാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഇബാദത്തുകളൊന്നും സ്വീകരിക്കുകയില്ല. ആയതുകൊണ്ട് എടുക്കുന്ന ഇബാദത്ത് കൃത്യമായി ചെയ്യുകയും അത് വളരെ സൂക്ഷ്മതയോടുകൂടി ചെയ്യുകയും ചെയ്യണമെന്ന് നിങ്ങളോടും ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഇഷ്ടദാസന്മാരിൽ നമ്മളെല്ലാവരും ചേർത്ത് തരട്ടെ. നമ്മുടെ ഓരോ നിമിഷത്തെ ജീവിതവും അവൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ നമ്മെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മളിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. നമ്മുടെ ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കൾക്ക് പരിപൂർണ്ണ ആരോഗ്യത്തോടുള്ള ദീർഘായുസ്സ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു നാളെ മുത്ത് റസൂലുള്ളാഹിൻ്റെ ചാർത്ത് നാം എല്ലാവരും ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.